ബിനിനെ പേടിപ്പിക്കും. ബിനി എന്നെയും പേടിപ്പിക്കും. അത് ഞങ്ങൾ തലപ്പടിക്കാരാണ്. ഞങ്ങളിവിടെ ജനിച്ചു വന്ന ആൾക്കാർ. ഇത്തന്നെ പേടിപ്പിക്കാൻ ഞാൻ ആളല്ല. ഇന്നലെ വന്നു, നാളെ പോയി. എനിക്ക് ഞാൻ വോട്ട് ചെയ്യണത് എന്റെ ഇതല്ല, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഇയാക്കടെ സൗകര്യം. ഞാൻ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്തിനാണ് ഞാനും ചോദിക്കണേ? നീ വെള്ളം അടിച്ചിട്ട് വന്നെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ മതി. അല്ല നീ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ മതി. ആവശ്യമില്ലാത്ത നിന്റെ വായിന്ന് നീ പോകല്ലേ. അങ്ങനെയൊക്കെയാണ് റോട്ട് ചോദിച്ച് എല്ലായിടത്തും പറയേണ്ടതാ. ഇങ്ങനത്തെ വർത്താനാണോ? എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ നിങ്ങളുടെ വോട്ടും വേണ്ട, ഒന്നും വേണ്ടത്. ഞാൻ ടീച്ചറും അല്ല, ഹെൽപ്പറാ. ഞാൻ പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണ. അതെ, അത് എന്റെ ഇഷ്ടമല്ലേ. ഞാൻ പ്രൊമോഷൻ കിട്ടി പോവാതിരിക്കണത് അത് എന്റെ ഇഷ്ടാ. കൊട്ടാരത്തിരി ലിജോയുടെ ഇഷ്ടമല്ല ഞാൻ നോക്കണേ. ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ വന്നിരുന്ന നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞത്. നിന്റെ വീടിന്റെ മുന്നിൽ സ്ഥാപനം പറഞ്ഞോണ്ട് അതിന് ഈ പറഞ്ഞ വൃത്തിയായിട്ട് ഈ പിള്ളേരുടെ മുന്നിൽ നിന്ന് ഈ വൃത്തിയായിട്ട് വർത്താനാണ് പറയണേ. ബിനി എന്നെ വിളിക്കും, ടീച്ചർ എന്നെ വിളിക്കും. സകല കാലത്തിലും ബിനിനെ വന്ന് ഞാൻ പറയാറുണ്ട്. നീ സമ്മതിച്ചില്ല. എല്ലാ കാലത്തിലും ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ നീ എൻഡിഎഫുകാരിയാണ്, വർഗീയവാദിയാണ്. അതായത് അത് നിൽക്കണ്ടേ, വർഗീയവാദിയാ, പീഡിപ്പിക്കാരിയാ. മരിച്ചപ്പോ ആദ്യം വിളിച്ചത് എവിടെയാണെന്നറിയാം? വണ്ണപ്പുറം കോപ്പറേറ്റീവ് ബാങ്കിലേക്കാ അവര് വന്ന സഹായം ചെയ്ത്. ആദ്യം വന്ന് എന്റെ അപ്പ തന്നെ വിളിച്ചു, ഇത്തൊക്കെ എന്നാ സഹായം ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. ചോദിച്ചു നോക്ക്. ഏത് ബാങ്കിലേക്ക് ഞാൻ വിളിച്ച ആദ്യം വിളിച്ച വണ്ണപ്പുറം വിളിച്ചു നോക്കി. ഇതെല്ലാം വീഡിയോ വെച്ചോണ്ടിരിക്കല്ലേ. അല്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ചെയ്തോ. ഞാൻ CPM-കാരനാണ്. അതിനിപ്പോ ഞാൻ മുസ്ലിം ലീഗുകാരന് വർഗീയവാദിയല്ല. അതിനിപ്പോ ഞാനെന്താ വേണ്ട? മനസ്സിലാക്കിയാൽ മതി. ഞാൻ ചോദിക്കട്ടെ, നീ വെള്ളം അടിച്ചിട്ട് വന്ന് ഇവിടെ വന്ന് നീ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാ? ഞാൻ വെള്ളം അടിച്ചു എന്നാരാ പറഞ്ഞേ? ഞങ്ങൾക്കറിയാം, ഒരു മനുഷ്യനറിയാം. നിന്റെ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ വെള്ളം അടിച്ചില്ല സർക്കിളിനെ വിളിക്കാനേ. വിളിച്ചു കഴിഞ്ഞാൽ അവര് വരാതെയൊന്നും ഇരിക്കില്ല. വിളിച്ചോ, ഞാൻ നിൽക്കുമല്ലേ. 10 നിമിഷം അടിക്കാം. വിളിച്ച അവര് വരാതെയൊന്നും ഇരിക്കില്ല. ഒരു സ്ഥാപനത്തിന്റെ എന്നാ ഇങ്ങനത്തെ വൃത്തിയായിട്ട് വർത്താനങ്ങളല്ല ഈ പിള്ളേര് വിട്ടുപോയ ആളാ. ചേട്ടാ, ഞാൻ എന്റെ വാർഡിൽ നിന്ന് വിട്ടുപോകുന്ന ഇത് ഈ വന്നവരെല്ലാരും ഇപ്പൊ ഞാൻ കേട്ടോ, ഒരാള് ജനിച്ചു കഴിഞ്ഞാൽ ഒന്നരയും മരിച്ചു പോകും. അല്ലെങ്കിൽ അവര് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാതെ ഞാനും മിനിയും മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ സ്ഥലം ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞ എന്റെ സ്ഥലത്തിന്റെ ആധാരം പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്നാ പോയിരിക്കട്ടെ. ഇത്ത ഒരു സ്ഥാപനത്തിൽ ജോലി വെക്കണല്ലേ, എന്റെ അസിസ്റ്റന്റ് ജോലി വെക്കണല്ലേ, എന്റെ ഇത് അസിസ്റ്റന്റ് ജോലി വെക്കണല്ലേ. ആവശ്യമുണ്ടോ? ആധാരം കഴിഞ്ഞു. അത് കഴിയാത്ത എന്റെ കുഴപ്പമാണോ? കഴിയാത്തോടെ നീ ഇങ്ങനെ വന്ന് ഇത്താട് ഇങ്ങനെയാണോ മാന്യമായിട്ട് വന്നിട്ട് ഞാൻ നോട്ടീസ് തരാമെന്നാ വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. ഞാൻ ഇത്തയുടെ വോട്ടേഴ്സ് ലിസ്റ്റ് നിനക്ക് അങ്ങനെ പറയാൻ പോലെ ഞാൻ ചോദിക്കണം. നീ ലിജോയ്ക്ക് മാന്യമായിട്ട് വന്ന് നോട്ടീസ് കൊടുത്തു, ഓരോ വോട്ടിന്റെ കാര്യം ചോദിച്ചിട്ട് വാ. എന്നിട്ടാണ് പോയതല്ലേ, എന്തിനാ വന്ന വർഗീയവാദിയ അങ്ങനെയൊക്കെ നിനക്ക് പറയാം. വോട്ട് ചെയ്യല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ വെച്ചിട്ട് പറഞ്ഞില്ല. ഇതിൽ ആ കാര്യം തർക്കിക്കരുത് കേട്ടോ. ഞാൻ കേട്ടോണ്ടിരിക്കാം. അതെനിക്കറിയത്തില്ല, ഞാൻ കേൾക്കണില്ല. പക്ഷേ ഈ കാര്യത്തിലേക്ക് വോട്ടിന്റെ കാര്യം റോഡിൽ വെച്ച് തന്നെ പറഞ്ഞാൽ നിനക്ക് അന്വേഷണം വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞത് കൊടുക്കുമായിരിക്കും. എനിക്ക് നമുക്ക് അവനായിട്ട് ഭയ കിടക്കുന്ന 40 നില. ഒന്നാ നീ ഇലക്ഷൻ വർക്കിന് നടക്കുന്ന വ്യക്തിയാ. പക്ഷെ ഇങ്ങനത്തെ വർത്താനൊക്കെ നീ ഒന്നും പറഞ്ഞില്ലോന്നുണ്ടോ? ബിനി അറിയുന്നതിന് മുമ്പ് ഇത്തന്നെ ഞാൻ അറിയണം. ഇത്തയുടെ മജിദിക്കാനും ഞാൻ അറിയണതാണ്. ഇത്ത ഞാനുമായിട്ട് വർത്താനം പറഞ്ഞത് നല്ല രീതിയിലാണ്.
അത് ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇത്ര കരയിച്ചെന്തിനാ എനിക്കറിയാലോ. എനിക്കിവിടെ കിടന്ന് കരയാൻ പാടില്ല. എന്റെ മുന്നും പറിച്ചാൽ എനിക്ക് ഇവിടെ എനിക്കറിയാം. നിന്റെ മുമ്പ് പ്രശ്നം നിങ്ങളുടെ കരഞ്ഞ കാര്യനാ നിങ്ങൾ എന്റെ ബലാത്സംഗം ചെയ്യുന്ന എനിക്ക് വേണമെങ്കിൽ പറയാലോ. അയ്യോ എല്ലാം വീഡിയോയിൽ എടുത്തിട്ടില്ല. സത്യം അയച്ചോളൂ കേട്ടോ. അയച്ചു കൊടുത്ത നീ എന്നാ ചെയ്യണേ? NDF-കാർക്കോ പീഡിപ്പിക്കാർക്കോ അയച്ചോളൂ. അല്ല നീ എന്നാ ചെയ്യണേ? അത് എങ്ങനെയാണ് ചെയ്തത്? അല്ല നീ എന്നാ ചെയ്യണേ?